നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കുറച്ച് കളിമൺ വിശേഷങ്ങളാണ്. RL-Views എന്നൊരു സംഘടന, ഒരു RLV കോളേജിൽ പഠിച്ചിറങ്ങിയവരുടെ ഒരു സംഘടനയാണ്. അവർ നടത്തിയ ഒരു കളിമൺ ശില്പശാല ഉണ്ടായിരുന്നു ഈ കഴിഞ്ഞ ജനുവരി 29, 30, 31 തീയതികളിൽ 3 ദിവസത്തെ. ആ കളിമൺ ശില്പശാലയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഉദയ ലൈബ്രറിയിൽ വെച്ചിട്ടാണ്. അരീക്കുഴ, തൊടുപുഴയ്ക്കടുത്തുള്ള അരീക്കുഴ ഉദയ ലൈബ്രറിയിൽ വെച്ചിട്ടാണ് ഈ ഒരു ക്യാമ്പ് നടന്നത്. 3 ദിവസത്തെ ക്യാമ്പാണ്. 16 പേരാണ് ഈ ക്യാമ്പിൽ പങ്കെടുത്തത്. കേരളത്തിൻ്റെ പല ജില്ലകളിൽ നിന്ന്, പല സ്ഥലങ്ങളിൽ നിന്നുള്ള 16 പേരാണ് ഈ ഒരു ക്യാമ്പിൽ പങ്കെടുത്തത്. ആ ക്യാമ്പിൻ്റെ വിശേഷങ്ങളും അവിടെ നിർമ്മിച്ച കളിമൺ ശില്പങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. രാവിലെ കൃത്യം 10 മണിക്ക് തന്നെ ഒരു ചെറിയൊരു ഉദ്ഘാടന ചടങ്ങോടെ ഈ ക്യാമ്പ് ആരംഭിച്ചു. പിന്നെ തുടർന്നുള്ള കളിമൺ നിർമ്മാണം ആരംഭിച്ചു. കളിമൺ ശില്പനിർമ്മാണം ആരംഭിച്ചു. ഈ കാണുന്ന കളിമൺ ബോൾസാണ്. ഇതിലാണ് നമ്മൾ കളിമണ്ണ് ശില്പങ്ങൾ നിർമ്മിക്കേണ്ടത്. സത്യത്തിൽ ഇതിനെക്കുറിച്ച് എനിക്ക് യാതൊരു ധാരണയും ഉണ്ടായിരുന്നില്ല. എൻ്റെ ഒരു മേഖല പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ എങ്ങനെ ഈ ശില്പം, കളിമണ്ണിൽ എങ്ങനെ ശില്പങ്ങൾ ഉണ്ടാക്കാം, അതിൻ്റെ അടിസ്ഥാന പാഠങ്ങൾ, കാരണം നമ്മുടെ കൂടെയുള്ളവരൊക്കെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളായിരുന്നു. അപ്പോൾ അന്ന് കളിമൺ ശില്പം എങ്ങനെ ഉണ്ടാക്കാം, അതിൻ്റെ നിർമ്മാണത്തിലെ ടെക്നിക്സ്, അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനതിൽ പങ്കെടുത്തപ്പോൾ തീർത്തും വളരെ രസമായിരുന്നു ക്യാമ്പ്. പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പുതിയൊരു മീഡിയ ആണ്, പുതിയൊരു രചനാ ശൈലിയാണ്. കൂടുതൽ ഇൻട്രസ്റ്റഡ് ആയി. അങ്ങനെ 3 ദിവസത്തെ വിശേഷങ്ങൾ നമുക്ക് തുടർന്ന് കാണാം. അങ്ങനെ ആദ്യത്തെ ദിവസത്തെ ശില്പനിർമ്മാണം നമ്മൾ അവസാനിപ്പിച്ചു. പിന്നെ വൈകിട്ട് ഭക്ഷണം, വർത്താനം പറഞ്ഞ വിശേഷങ്ങൾ പങ്കുവെച്ച് പാട്ടൊക്കെ ആയിട്ട് നമ്മൾ അങ്ങനെ അടിച്ചു കൊടുക്കും. തെക്ക് തെളിയണോ, ദേശം തെളിയണോ, ഗാനമതോറും കരനലയും
തേടി